ജംബോ റെഡ് കട്ട് ചെയ്യാൻ പോകുന്നു. ഇന്നിനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അത്യാവശ്യം പഴുപ്പായിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യുന്നു. 565 ഗ്രാം ജംബോ റെഡ് കട്ട് ചെയ്യാൻ പോകുന്നു. ജംബോ റെഡ് കട്ട് ചെയ്യാം. നല്ല ഉറുമ്പ് ഒക്കെ, അതിൻ്റെ തൊലിയൊക്കെ ഉറുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കായിട്ടില്ല എന്ന് തോന്നുന്നു. നല്ല കളറുണ്ട്. ജംബോ റെഡ് ആദ്യമായിട്ടുണ്ടായ ഫ്രൂട്ടാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. 500 ഗ്രാമോളം ഉണ്ടായിരുന്നു. മധുരം എന്തോരം ഉണ്ടോയെന്ന് നോക്കാം. ജംബോ കളറൊക്കെ നല്ല കളറാണ്. മധുരം നോക്കട്ടെ കേട്ടോ. മധുരം അത്യാവശ്യമുണ്ട്, അത്യാവശ്യം മധുരമുണ്ട്. മലേഷ്യൻ റെഡിനേക്കാളൊക്കെ മധുരമുണ്ട്. മലേഷ്യൻ റെഡിനേക്കാൾ ഇപ്പം മലേഷ്യൻ റെഡ് കഴിച്ച് നോക്കിയായിരുന്നു, ശ്രീലങ്കൻ റെഡ് കഴിച്ചു. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ മധുരം ഉണ്ട് ജംബോ റെഡിന്. അത് വലുപ്പമുണ്ട്. വേറൊരു വെറൈറ്റിയാണ്. എൻ്റെ വെറൈറ്റിയുടെ പേര് കറക്റ്റ് അറിയില്ല. ഇത് ആമസോണിൽ മേടിച്ചതുകൊണ്ട് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്നിട്ട് നല്ല കളറുണ്ട്, വലിപ്പം കുറവാണ്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ഇത്രയും മധുരമില്ല, ജംബോ റെഡിന് അത്ര മധുരമില്ല, എന്നാലും ചെറിയ മധുരമുണ്ട്. ജംബോ റെഡിൻ്റെ അത്ര ഇല്ല. ഇത് ഇടിച്ചോട്ടില്ല. ഇതും ഒന്നും ഇതിൻ്റെ വെറൈറ്റി ഏതാണെന്ന് കറക്റ്റ് അറിയില്ല. മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. രണ്ട് ഏതാണ്ട് സെയിം തന്നെയാണ്. ഇത് രണ്ട് ചെറുതും ഏതാണ്ട് സെയിം ടേസ്റ്റ് തന്നെയാണ്, സെയിം മധുരം തന്നെ, വ്യത്യാസമില്ല. അപ്പോൾ ജംബോ റെഡ് കമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് ജംബോ റെഡ്. നല്ല മധുരമുണ്ട്, നല്ല സൈസും ഉണ്ട്. 500 ഗ്രാമിൻ്റെ മുകളിലുണ്ട്. അതാണ് ഇന്നത്തെ ഫ്രൂട്ട് കട്ടിങ്.